നമസ്കാരം. ഇത് ഇത് സ്വന്തം ഭാര്യൻ്റെ കള്ളവടി കണ്ണടച്ച് കൊടുത്ത ഒരു മനുഷ്യനെ പറ്റിയ. ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ ഇപ്പം ജീവിച്ചിരിപ്പില്ല കഥാപാത്രം. ഇവർക്ക് മക്കളില്ല. കല്യാണം കഴിച്ചിട്ട് കുറേ വർഷങ്ങളായി. പിന്നെ ഇയാൾക്ക് കുറേ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്, കൃഷിയുണ്ട്. അപ്പം അതിനോട് ബന്ധപ്പെട്ട പണികളും അയാൾ ഫുൾ ടൈം വീട്ടിലും ആ പരിസരത്തൊക്കെ അല്ലെങ്കിൽ കള്ളഷാപ്പില ചാരാഷാപ്പിലുണ്ടാവും. അന്ന് ബിവറേജ് ഒന്നുമില്ല. ഇവർ കുട്ടികളുണ്ടാകാത്ത നിരാശ. അന്ന് ഇന്നത്തെ പോലെ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കൊന്നുമില്ല. ആളെ പറ്റിക്കണ ഏർപ്പാട്, കണ്ടവൻ്റെ ബീജം പെണ്ണിൻ്റെ യോനിയിൽ വെച്ച് മക്കളുണ്ടാക്കി കൊടുക്കൽ, ഒരുപാട് കൂടായ്പ ഇപ്പോൾ നടക്കുന്നുണ്ട്. ആണിനാണ് ആ കുഴപ്പം, പെണ്ണിനാണ് ആ കുഴപ്പം എന്നൊക്കെ ഇന്നറിയാം. പണ്ട് അങ്ങനെയൊന്നും ആരും പോവില്ല. ദൈവം തരണില്ല, മക്കളുണ്ടാവില്ല, അങ്ങനെ വിശ്വസിക്കും. ഇയാൾ ക്ലിനിക്കുകളൊന്നും ഇപ്പം എല്ലായിടത്തും ഉണ്ടല്ലോ. കുഞ്ഞുണ്ടാക്കുന്ന പറഞ്ഞാൽ വലിയൊരാഗ്രഹമാണ്. അതില്ലാത്തവരെ ചൂഷണം ചെയ്ത് ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. നല്ല ക്ലിനിക്കുകളും ഉണ്ട്, തട്ടിപ്പാണ് കൂടുതലും. അപ്പോൾ ഇവരുടെ വീട്ടിൽ ഈ ഭാര്യ അതിസുന്ദരിയാണ്. ഒരു 48 വയസ്സ് റേഞ്ചിലൊക്കെ, ഒരു 45 ഉണ്ടാവും കുട്ടിക്ക്, പ്രായം മതിക്കൂല. അപ്പോൾ അവരുടെ വീട്ടിൽ 2 തെങ്ങ് ചെത്തുണ്ട്. ചെത്തറ ആൾ വരും. ഇയാൾ രാവിലെ പിന്നെ വൈകുന്നേരം വരും, സന്ധ്യയാകുമ്പോൾ. അപ്പോൾ ഇവിടെ വേറെ പ്രത്യേകത ഉണ്ട്. ഇയാൾ തെങ്ങുമ്മേ കയറാൻ വരുമ്പോഴൊക്കെ അന്നൊക്കെ മുറ്റത്താണ് മറപ്പര. ഈ കുളിക്കണതൊക്കെ കുളിമുറി അറ്റാച്ച്ഡ് ഒന്നുമല്ല. അപ്പോൾ ഇയാൾ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് ചേച്ചീൻ്റെ നഗ്നത കണ്ടിട്ടുണ്ട്, തുണിയിലാണ്ട് കുളിക്കുന്നത്. ചേച്ചിയും കണ്ടിട്ടുണ്ട്, ഇയാൾ കണ്ടിട്ടുണ്ട്. അന്ന് തൊട്ട് ഇയാളൊരു കള്ളച്ചിരി ചിരിക്കും. അപ്പോൾ ചേടത്തിയും ചുണ്ട് കടിച്ചൊക്കെ തല കൊമ്പിടും. അപ്പോൾ കെട്ടിയ മദ്യപാനത്തിലേക്ക് ഫുള്ള് തിരിഞ്ഞിട്ടുണ്ട്. കാരണം ഇയാൾക്ക് മക്കളില്ലാത്ത ഫീലിങ്. ഈ ഫീലിങ് അവിടെ നിന്ന് ഈ പറഞ്ഞ കള്ള് ചാരാ ഒക്കെ ഉള്ളൂ. ബിവറേജ് ഒന്നും അന്ന് ആ പരിസരത്തില്ല. ഇയാൾ ആ പരിസരത്തൊക്കെ വീട്ടിലല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ഥലത്തേ ഉണ്ടാവുള്ളൂ. സന്ധ്യക്കൊക്കെ ഷാപ്പിലായിരിക്കും, കള്ള്. ആ നേരത്ത് ഈ കള്ളി എത്തണ ആൾ ചേടത്തിനെ കളി തുടങ്ങിയെന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യവാനാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്, പെണ്ണുങ്ങളെ ടോൺ ചെയ്യാൻ നല്ല കഴിവുള്ള ആളാണ്. അങ്ങനെ വീടിൻ്റെ ബാക്കിൽ നിന്ന് നിർത്തിയാണ് അടിക്കില്ല അയാൾ. അത് ചേടത്തിക്കൊരു സാറ്റിസ്ഫൈഡ് അല്ല, എന്നാലും കിട്ടണമായി എന്നുള്ളൊരു അങ്ങനെ കഴിഞ്ഞു പോകുമ്പോഴാണ് പിന്നെ ഈ അർജൻറ്റ് പരിപാടിയിൽ ഇവർക്ക് താല്പര്യമില്ലാണ്ടായി. അപ്പോൾ ഈ ഏട്ടൻ നേരത്തെ വരും, ഒരു 7:30-8 മണിക്കൊക്കെ എത്തിയാൽ പിന്നെ എന്തെങ്കിലും തിന്ന് സൈഡാവും. പിന്നെ ഒരു ലോകമില്ല. ഇയാൾ രാവിലെ എണീക്കുള്ളൂ. പിന്നെ ഇവരുടെ ടൈമിങ് ചേഞ്ച് ചെയ്തു. ഇയാൾ ഉറങ്ങിയിട്ട് അയാൾ വരും, കളിക്കും. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ ചേച്ചി 2 ദിവസം നിൽക്കാൻ വന്നു. ചേച്ചി കല്യാണം കഴിച്ചിട്ട് ഭർത്താവ് മരിച്ചു പോയതാണ്. ഭർത്താവ് മരിച്ചിട്ട് പറയും, ചേച്ചി വന്നപ്പോൾ ഈ സംഭവം കണ്ടുപിടിച്ച്. അപ്പോൾ ചേച്ചി അനിയത്തിയും ചങ്കുക 3 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. ചേച്ചി അതിശയിപ്പിച്ച അനിയത്തിനാണ്. എനിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടാണ്. അങ്ങനെ 2 ദിവസം നിൽക്കാൻ വന്ന ചേച്ചി ഒരാഴ്ച നിന്ന്. ഈ ഒരാഴ്ച ഇയാൾ പെണ്ണിനെ കളിച്ചു കൊടുക്കുക. ചേച്ചി ലീവ് എടുത്ത്, അനിയത്തി ലീവ് എടുത്ത് ചേച്ചി കടിച്ചു കൊടുത്ത്. ഇതിങ്ങനെ കണ്ടിന്യൂ ആണ് ഈ പെണ്ണിനെ കളിക്കൽ. ചേച്ചി പോയി, ചേച്ചി പിന്നെ ഇടയ്ക്ക് വരുമ്പോൾ ഇയാൾ അടിച്ചു കൊടുക്കും. ഇയാളെന്നും ആ വീട്ടിൽ വരുന്ന ആളാണല്ലോ. അപ്പം ഇതിൻ്റെ ട്വിസ്റ്റ് അവിടെയൊന്നുമല്ല. എനിക്ക് എൻ്റെ പ്രായക്കാരല്ല കൂട്ടുകാർ, എന്തെങ്കിലും പ്രായമുള്ളവരൊക്കെ കൂട്ടുകാരുണ്ട്. അപ്പം ഈ ആളെൻ്റെ കൂട്ടുകാരാണ്. ഒരു ദിവസമേ അപ്പം ഇയാളുടെ അടുത്ത് എപ്പോഴും റേഡിയോ ഉണ്ടാവും.
ഇയാൾ ദൂരത്തുനിന്ന് വരണ തന്നെ ഭാര്യയൊക്കെ അറിയാൻ പറ്റും. ഇനിയിപ്പം ഇയാളില്ലാത്തപ്പോൾ ഒരു പണി എടുക്കുകയാണെങ്കിൽ റേഡിയോ മുളിച്ച് അയാൾ വരുള്ളൂ. അപ്പോൾ ഇയാളെവിടെയെങ്കിലും തെങ്ങും തോപ്പിലൊക്കെ ഇരിക്കും ചിലപ്പോൾ റേഡിയോ വെച്ചിട്ട്. ഒരു ദിവസം റേഡിയോ ഓഫ് ചെയ്തിട്ട് ഇയാൾ ഒറ്റയ്ക്ക് ഇരുന്ന് വർത്താനം പറയണം. അപ്പം ഞാൻ ഇയാളുടെ അടുത്ത് കൂടി ഇയാളെ കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇയാളുടെ അടുത്തെത്തിയാണ്. ഇയാൾ വർത്താനം പറഞ്ഞു. അവളുടെ വിചാരം ഞാൻ അറിയില്ലെന്നാ. ഞാനത് കണ്ണടച്ച് കൊടുക്കുക. മക്കളുണ്ടാണെങ്കിൽ ഒരു കുട്ടി ഉണ്ടാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ, പിന്നെ അവൻ കളിച്ചു കൊടുത്താൽ നല്ല സുഖം കിട്ടുമല്ലോ അവൾക്ക്. ഞാൻ ഏതായാലും കുടിച്ച് കണക്കല്ല. അപ്പോൾ ഇത് അവ്യക്തമായിട്ടാണ് പറയണത്. പക്ഷേ എനിക്കെന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നി. ഞാൻ ഇയാളോട് കുത്തി ചോദിച്ച് സംഭവം. അപ്പോഴാണ് ഇയാൾ എന്നോട് ഈ പറഞ്ഞത്, ഇയാളുടെ ഭാര്യൻ്റെ ഈ കളിക്കഥയും ചേച്ചി വന്ന് കളിച്ചത് വരെ ഇയാൾക്കറിയാം. പക്ഷെ ഇവരുടെ വിചാരം ഇയാൾ വെള്ളമടിച്ച് ഓഫായി കിടക്കുകയാണ്. ഇയാളുടെ ഒരു വിശാല മനസ്കത, ബ്രോഡ് മൈൻഡാണ്. ഒരു കുഞ്ഞണ്ടാണ് ഉണ്ടായിക്കോട്ടെ, ശുക്ലം പേരായിരുന്നായാലും ഭാര്യ പ്രസവിക്കൂലേ, അപ്പോൾ അവരൊരു കുഞ്ഞാണല്ലോ. പിന്നെ മദ്യപാനത്തിലേക്ക് ഇയാൾ തിരിഞ്ഞപ്പോൾ ശരിക്കും പെണ്ണിനെ പണിയെടുത്ത് കൊടുക്കാൻ ഇയാൾക്ക് പറ്റില്ല. അവൾ സുഖിച്ചോട്ടെ. ഇത്ര നല്ലൊരു മനുഷ്യനെ എവിടെയെങ്കിലും കാണുക. അപ്പോൾ ഇയാൾ എന്നോട് എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ അയാൾക്കൊരാശ്വാസം. അപ്പം ഞാനും അത് വിശാല മനസ്കരാണല്ലോ. ഞാൻ പറഞ്ഞു അത് കളിച്ചോട്ടെ, കുഞ്ഞുങ്ങളിപ്പോൾ ആരുണ്ടാക്കിയാലും ചിലപ്പോൾ ശരിയായാലും ഇപ്പം നിങ്ങളെ കുഴപ്പമാണ്, പെണ്ണിന് കുഴപ്പമില്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടാവൂലേ. പിന്നെ അയാൾ നല്ല മുറ്റ സാധനമല്ലേ, അയാൾ അതിനെ കളിച്ചു കൊടുത്താൽ അതിന് നല്ല സന്തോഷമാവൂലേ. നിങ്ങൾ സ്നേഹിക്കണ പെണ്ണല്ലേ, അവർ കളിച്ചോട്ടെ എന്ന് ഞാനും പറഞ്ഞു. അപ്പം അയാളും പറഞ്ഞ അത് തന്നെ. ഇതിലെന്താ തെറ്റ്? ഇത്രയും വർഷങ്ങളായി അവരൊക്കെ മെയിൻ കഥാപാത്രമൊക്കെ മരിച്ച്, ഈ ചേച്ചി വന്ന് കളിച്ച് അനിയത്തി ഒത്താശ ചെയ്ത് കൊടുത്ത്, കള്ള് എത്ര ആളിപ്പോഴും ഉണ്ട്. അയാൾക്ക് നാളെ ഞാൻ കണ്ടു, അയാൾക്കൊരു കുഴപ്പമില്ല. എന്നാലും പണിക്കൊന്നും പോകില്ല, മക്കളൊക്കെ വലുതായി വരുമ്പോൾ വക്കീലാണല്ലോ. അപ്പം ആ ഫാമിലിയൊക്കെ രക്ഷപ്പെട്ട് എത്ര കളി അവർ കളിച്ച്. ഈ ഭൂമിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, നാടിന് എന്തെങ്കിലും സംഭവിച്ചാൽ, ഞമ്മക്ക് ആരെങ്കിലും ഒന്ന് കണ്ടാൽ തന്നെ കണ്ണടക്കും. അവർ കളിച്ചോട്ടെ. കളി എന്ന് പറഞ്ഞാൽ അത്ര മോശം സംഭവമാണെന്നൊന്നും അന്നാരും വിശ്വസിച്ചിരുന്നില്ല. ഇപ്പോഴാണല്ലോ ഈ മുണ്ടിൻ്റെ അടിയിൽ ചടീൻ്റെ ഉള്ളിലെ സംഭവമൊക്കെ ഭയങ്കര വൃത്തികേട്. സെക്സ് എന്ന് പറഞ്ഞാൽ തന്നെ വൃത്തികേട് പറയണമെന്നാണ് അറിയാം. എൻ്റെ വീഡിയോൻ്റെ അടിയിലൊക്കെ വന്നിട്ട് ഈ കിളവനെന്തിനാ വൃത്തികേട് പറഞ്ഞത്? നിനക്ക് ഇത്ര വയസ്സായില്ല, നിനക്ക് നിർത്താനായില്ലേ? അപ്പോൾ എത്ര വയസ്സാണ് ഇതിൻ്റെ കണക്ക്? ഈ പറഞ്ഞവന്മാർക്ക് എന്താ ഇത്ര പ്രശ്നം? സെക്സ് വൃത്തികേടല്ല, രണ്ട് മനുഷ്യർ തമ്മിൽ ചെയ്യുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രവൃത്തിയാണ് സെക്സ്. അത് അനുഭവിക്കാനും അനുഭവിപ്പിക്കാനുള്ള കഴിവ് വേണം, ധൈര്യം വേണം. അല്ലാണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും കള്ളടി വെച്ചാൽ ഇവിടെ നെഞ്ഞത്തിരിച്ച് നല്ല വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞു, കാസർഗോഡ് ആരെങ്കിലും കള്ളടി വെച്ചാൽ തിരുവനന്തപുരത്തുള്ളവനാണ് നെഞ്ഞത്തിടിച്ച് കരയണത്. അയ്യോ, കേരളത്തിൻ്റെ സദാചാരം പൊളിഞ്ഞു. കഷ്ടമുണ്ട്. കളി പ്രോത്സാഹിപ്പിക്കണം. ഈ കളി ഉണ്ടെങ്കിൽ ഇവിടെ ലൈംഗിക അരാജകത്വം കുറേ മാറും. ഇത് ചെറിയ പിള്ളേരെ വരെ കയറി പിടിക്കുകയാണ് ഗതി കെട്ടിട്ട്. നമസ്കാരം.